ലോറിയുടെ ഒരു പഴയകാല ലൈറ്റും കാര്യം പലർക്കും അറിയത്തില്ല. ഈ ഒരു ലെങ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു സൈഡിലുള്ള ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ. പിന്നെ വലിയ വിസിബിൾ ആയിട്ടുള്ളുണ്ട്, 2 സൈഡ് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബ്രേക്സിന് ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു SC ലോറിയുടെ അകത്ത് കയറുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ടാറ്റ ടിപ്പറിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ കുറച്ച് പെയിൻറ്റിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോകുന്ന അതിൻ്റെ ഫുൾ റിവ്യൂ എടുക്കാനാണ്. അപ്പോൾ അത് നാളെ ടെസ്റ്റാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിലേക്കും ലൈറ്റിലേക്കും വരുവാണെങ്കിൽ നമ്മുടെ SC ലോറിയുടെ ഒരു പഴയകാല ലൈറ്റും കാര്യങ്ങളും എങ്ങനെയാണ്. ഗ്രില്ലൊക്കെ ഈ ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫുൾ റിവ്യൂവിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും കേട്ടോ, പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഈ ഒരു ഫ്രണ്ട് ബോണറ്റും സംഭവങ്ങളും ഇവയാണ്. നമ്മൾ ഈ ഒരു സാധനം എന്തിനാണ് ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. ഈ ഒരു ലെങ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു സൈഡിലൂടെ വണ്ടി പോകുമ്പോൾ അത് തട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവറിന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ പലർക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഒരു സൈഡ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഇവിടെ, പഴയകാല സൈഡ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഒരു മെറ്റൽ തീർത്തിട്ടൊരു ഒരു ബമ്പർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്പർ പ്ലേറ്റ് എഴുതുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തും ഇതേപോലെ സംഭവമുണ്ട്, ഇൻഡിക്കേറ്ററും കാര്യങ്ങളും. പിന്നെ നമ്മുടെ സൈഡ് പ്രൊഫൈലേക്ക് വരുവാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ളൊരു വീലിൻ്റെ ഒരു ആർച്ച് തന്നെയാണ്, നമ്മുടെ ഒരു ബ്ലാക്ക് ആർച്ച് തന്നെ കാണുന്നുണ്ട്. പിന്നെ വലിയ വിസിബിളായിട്ടുള്ളൊരു വീല് തന്നെ കാണാം. പിന്നെ മേലിലേക്ക് വരുവാണെങ്കിൽ സൈഡ് മിററുണ്ട്, 2 സൈഡ് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലുതായിട്ടുള്ളൊരു വിൻഷീൽഡും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടിപ്പർ ബോഡി തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള. പിന്നെ ഇവിടെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് എയറിൻ്റെ പിന്നെ നമുക്കിവിടെ ചവിട്ടി കയറാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പിന് വെക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് നമുക്കിവിടെയുള്ള. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ 2 ടയേഴ്സ് വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള MRFിൻ്റെ ടയേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു നല്ലൊരു വിസിബിളായിട്ടുള്ള ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയത് അതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. അതൊക്കെ എഴുതുന്ന വീഡിയോസൊക്കെ നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു പുട്ടിയും കാര്യങ്ങളൊക്കെ ഇടുന്നതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള പുട്ടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ ചേട്ടന്മാർ ഇട്ടിരിക്കുന്നത്. ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് നമ്മുടെ ഈ പെട്ടിയിൽ കാണാൻ പറ്റുന്ന. പിന്നെ സൈഡിലേക്ക് അടിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഷാഫ്റ്റും കാര്യങ്ങളും ഇതിൻ്റെ ബ്രേക്സിന് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അത് ഫ്രണ്ട്സ് അപ്പോൾ ഒരു 150 ലിറ്ററിൻ്റെ ഒരു ഡീസൽ ക്യാബിനാണ് കേട്ടോ നമുക്കിവിടെ കാണുന്നത്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു SC ലോറിയുടെ അകത്ത് കയറുന്നത്. അത്യാവശ്യം നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ എൻജിൻ ക്യാബിന് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഗിയേഴ്സൊക്കെ ഇവിടെയാണ്. നമ്മുടെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ വേറെ കുറേ ഇൻഫർമേഷനും കാര്യങ്ങളും നമ്മുടെ മീറ്ററിലുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല പറയാൻ. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഫ്രണ്ടിലെ ക്യാബിൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഇവിടേക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലെ ഒരു വിൻഷീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ നമുക്കിവിടെ ഒരു എയർ വിൻഡോ വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കാറ്റ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള എയർ വിൻഡും കാര്യങ്ങളും. പിന്നെ സൈഡ് മിററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വിസിബിളും കാര്യങ്ങളൊക്കെയാണ്. ഡോർ അടച്ചിട്ട് നോക്കാം എൻ്റെ കാര്യം. ഇവിടെ നമുക്ക് അതിൻ്റെ ഡോർസും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ താഴത്തെ സംഭവങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വെച്ച് ഈ ഡോറിൻ്റെ താഴത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ളൊരു ഇതാണ്. മാക്സിമം ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ അകത്തെ അവസ്ഥയൊക്കെ. നോക്കിനി ഇവിടെ ഒരു ചെറിയൊരു സംഭവം വരുന്നുണ്ട്. ഒരു ഡ്രൈവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് പിടിച്ച് കയറാൻ പറ്റിയാണ്. പുറത്തുനിന്ന് പിടിച്ച് കയറാൻ പറ്റിയാണ്. നമുക്ക് കയറാം. സ്റ്റെപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാണ് നമുക്ക് കയറാനായിട്ടൊക്കെ. അതിനുള്ള സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും ഉണ്ട്. ഫ്രണ്ടിലെ 2 ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മഞ്ഞയിലും ബ്ലാക്കിലും ഒക്കെയാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഗ്രില്ലിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് വരുവാണെങ്കിൽ ഇത് ചേസസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ടിപ്പറിൻ്റെ മേളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ മുത്താരമ്മ എന്നും പറഞ്ഞ കാര്യങ്ങൾ അവരുടെ വീട്ടുപേരും കാര്യങ്ങളും. പിന്നെ JCB വാടകയ്ക്ക് കൊടുക്കപ്പെടും. പിന്നെ സൗണ്ട് ഹോൺ അങ്ങനെയുള്ള ലെറ്ററിങ്ങൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്യട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ നമ്മുടെ വണ്ടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബാക്കിലെ അവസ്ഥ. പിന്നെ താഴത്തേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ക്രാഫ്റ്റിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ബാക്കിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ലൈറ്റൊക്കെ ഓണാണ്. വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ട് കേൾക്കണ കേൾക്കാം കേട്ടോ. ഇതാണ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്.
ride or die.